വെള്ളപ്പൊക്ക ദുരിതബാധിതർക്ക് ആശ്വാസമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള വിതരണം നടത്തി. വെള്ളമിറങ്ങിയതോടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാവുകയും ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചത്. പ്രളയത്തെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിച്ച് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാതൃകയായി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് വെള്ളമിറങ്ങിയതോടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുകയും ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി ഇടപെട്ട് ജനങ്ങൾക്ക് ആശ്വാസമായി കുടിവെള്ളം നേരിട്ടെത്തിച്ച് നൽകുകയായിരുന്നു. പ്രദേശത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടൈറ്റസ് കുര്യൻ, 2ാം വാർഡംഗം ലേഖന കുമാരി എന്നിവർ നേരിട്ടെത്തി നേതൃത്വം നൽകി. 3-4 ദിവസമായി വെള്ളത്തിന്റെ ക്ഷാമം മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ ഉണ്ട്. പടിഞ്ഞാറൻ മേഖലയിൽ മാത്രമല്ല, മാന്നാറിൽ പല പ്രദേശങ്ങളും പൈപ്പിനെ ആശ്രയിച്ചിരുന്നിടത്തെല്ലാം തന്നെ കുടിവെള്ളത്തിന്റെ പ്രശ്നം വന്നിരിക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് സംവിധാനത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് തിരക്കിയപ്പോൾ അവിടുത്തെ മോട്ടറിന്റെ ബൈൻഡിംഗ് കത്തിപ്പോയി. അത് നന്നാക്കി ഏറ്റവും പെട്ടെന്ന് തന്നെ വെള്ളം കൊടുക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അതുവരെ കാത്തു നിൽക്കാതെ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് ഈ പ്രദേശങ്ങളിലാകെ തന്നെ വെള്ളം എത്തിക്കുന്ന ഒരു സമീപനവും പ്രവർത്തനവുമാണ് നടക്കുന്നത്. ഇന്നലെ മുതൽ ടാങ്കറിൽ വെള്ളം എത്തിച്ച് മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ കൊടുത്തു തുടങ്ങി. 2ാം വാർഡിൽ ഏകദേശം ഒരുവിധം പരാതി പരിഹരിക്കുന്ന രൂപത്തിലേക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1ാം വാർഡിൽ പാലേ ഭാഗത്താണ് ഇന്നിപ്പം വെള്ളം കൊടുക്കുന്നത്. ബാക്കിയുള്ള പ്രദേശത്തും കൂടി അടിയന്തരമായിട്ട് വെള്ളം എത്തിക്കുവാനും ഉദ്യോഗസ്ഥരുമായിട്ട് ബഹുമാന്യനായിട്ടുള്ള MLA ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പൈപ്പിൽ കൂടിയുള്ള ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാനുള്ള പരിശ്രമം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇങ്ങനെ പഞ്ചായത്ത് ഒരു വെള്ളം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പരമാവധി ഞങ്ങൾ എല്ലാ വീടുകളിലും എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. CDNet ന്യൂസ് മാന്നാർ.